ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് തട്ടിക്കൂട്ട് പീസ് ഉണ്ടാക്കിയാലോ. കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ വരുമ്പോഴേ നഴ്സറി വിട്ട് വരുമ്പോഴൊക്കെ കൊടുത്താൽ അവർക്ക് നല്ല സന്തോഷം. അവരെ വയറും നിറയും, നമ്മുടെ മനസ്സും നിറയും. അതിന് വേണ്ടി ഒരു പാത്രം എടുത്ത് വെച്ചിട്ട് നമുക്ക് 3 കോഴിമുട്ട പൊട്ടിച്ചു വയ്ക്കാം. 3 കോഴിമുട്ട പൊട്ടിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നല്ലോണം ഇളക്കിയതിന് ശേഷം 5 ബ്രെഡ് പൊട്ടിച്ച് ഇതുപോലെ ഇതിൽ ചേർക്കുക. അത് നല്ലോണം ഇളക്കിയതിന് ശേഷം അത് മാറ്റി വെക്കാം. നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് 1 ടീസ്പൂൺ ഓയിൽ ഒഴിക്കാം. ബട്ടറിന് പകരം ഞാൻ ഓയിലാണ് ഒഴിച്ചുള്ളത് കേട്ടോ. എന്നിട്ട് ആ മുട്ടയുടെ കൂട്ട് അതിൽ ഒഴിച്ച് കൊടുക്കാം. അത് എല്ലായിടത്തും ആവണ രൂപത്തിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൽ ഈ ആവാത്ത ഭാഗത്തൊക്കെ നമുക്ക് വേറെ 2 മുട്ട പൊട്ടിച്ചിട്ട് ഉപ്പ് ചേർത്ത് ഇളക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരിത്തിരി അതിന് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, നമുക്ക് പിന്നീട് ആവശ്യമുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു കഷ്ണം ഉരുളൻകിഴങ്ങും ഇച്ചിരി ചിക്കനൊക്കെ ഉപ്പും കുരുമുളകും ചേർത്ത് പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം ഉരുളൻകിഴങ്ങ് ഇട്ട് ചിക്കൻ്റെ പീസ് ഇട്ട്, ബീൻസ് ഇട്ട്, നീളത്തിലരിഞ്ഞ ക്യാരറ്റ് ഇട്ട്, കുറച്ച് മല്ലിയില ഇട്ട്, അതിന് ശേഷം കസ്തൂരി മേത്തി ഉണ്ടാകും, അത് നുള്ള് വെതറിൻ്റെ ശേഷം നമുക്ക് തീ കുറച്ച് വെച്ച് അടച്ച് വെച്ച് വേവിക്കട്ടെ. എന്നാലേ അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് വെന്ത് കിട്ടുള്ളൂ. അതിനുശേഷം വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് ഇതൊന്ന് മറച്ചിടാം. അതിൻ്റെ മുകളിലോട്ട് നമുക്ക് 3 ടീസ്പൂണ് ടൊമാറ്റോ സോസും 1/2 ടീസ്പൂണ് സോയാ സോസും മിക്സ് ചെയ്തത് തേച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന കോഴിമുട്ടയുടെ ബാക്കിയില്ലേ, അത് ഞാൻ ചിക്കി പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ, അത് നമുക്ക് വെതറി കൊടുക്കാം. അത് വെതറി കൊടുത്ത് ഉരുളൻകിഴങ്ങിൻ്റെ പൊരിച്ച കഷ്ണങ്ങൾ വെതറി കൊടുത്ത്, മല്ലിയില തൂവി കൊടുത്ത്, ക്യാരറ്റ് തൂവി കൊടുത്ത്, ബീൻസിൻ്റെ കഷ്ണങ്ങളും തൂവി കൊടുത്ത്, ഇനി നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇന്നത്തെ കഴിച്ചു നോക്കണത് സായൂട്ടിയാണേ. സായൂട്ടിൻ്റെ പേരക്കുട്ടിയാണേ. അവൾക്ക് നല്ല ഇഷ്ടമായി. കണ്ട, അവൾ കാട്ടുന്നുണ്ടില്ലേ സന്തോഷം കൊണ്ട്. ഇനി നിങ്ങളെല്ലാവരും വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാം കേട്ടോ. അടുത്ത ഷോർട്സിൽ കാണാം ഇനി നമുക്ക്. ബായ്.